ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി നാം പുറമേക്ക് വീക്ഷിക്കുമ്പോൾ ഒരിക്കലും സത്യത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയദ്വാര വിഷയലോകത്തിലേക്ക് ഒഴുകുന്നത് അജ്ഞാനജന്യമാണ്, അജ്ഞാനത്തെ ജനിപ്പിക്കുന്നതാണ്, സത്യത്തെ അറിയാൻ ഉപയുക്തം അല്ല. അതിനാൽ സത്യത്തെ അറിയണമെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അന്തർഗതമായി പോകണം. അതായത് നമ്മുടെ മനസ്സ് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കാതെ മനസ്സെവിടെ നിന്നോ ഉണ്ടായോ അവിടേക്ക് തിരിച്ചു പോകണം. അതാണ് നമ്മൾക്ക് സുഷുപ്തിയിൽ സാധിക്കുന്നത്. നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിക്കുന്ന ഈ ജാഗ്രത അവസ്ഥ രാത്രിയായി കഴിഞ്ഞാൽ അത് തനിയെ ഉൾവലിയുന്നു. പിന്നീട് അത് സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് ആണ്ടിറങ്ങുന്നു. അപ്പോൾ ജഗത്തില്ല, ഞാനില്ല, ശരീരമില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ എല്ലാവർക്കും അനുഭവമാണല്ലോ. വാസ്തവത്തിൽ അത് അജ്ഞാനജന്യമാണ്, അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. എന്നാൽ ആത്മജ്ഞാനം ഇതേ ഉൾവലിയലിലൂടെ നമുക്ക് മറ്റു തലത്തിൽ അനുഭവമാകും. ഇവിടെ അതാണ് പറയുന്നത്, അജ്ഞാനകാര്യമാം ദേഹം ജ്ഞാനബാധിതമാകയാൽ രോഗപീഠയിലും ജ്ഞാനി കുളിർമ തുടർന്നിടും. അജ്ഞാനകാര്യമാം ദേഹം, ഈ ദേഹത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ നാം അജ്ഞാന കാര്യങ്ങളാണ് അറിയുന്നത്, ശരിയായ കാര്യം അറിയുന്നേയില്ല. അതാണ് അജ്ഞാനകാര്യമാം ദേഹം ജ്ഞാനബാധിതമാകയാൽ. അജ്ഞാന കാര്യങ്ങളെ അറിയുന്ന ഈ ദേഹത്തിലിരുന്ന് ജ്ഞാനം ബോധിച്ച ഒരാൾക്ക് രോഗപീഠയിലും ജ്ഞാനി, രോഗപീഠ ദേഹത്തിനാണ്. ദേഹത്തിന് രോഗപീഠ വന്നാലും ആത്മജ്ഞാനമുള്ള ഒരാൾക്ക് ജ്ഞാനിക്കു കുളിർമ തുടർന്നിടും. രോഗം വന്നാലും അവർ ആ രോഗത്തിൽ നിരാശപ്പെടുകയോ വേവലാതി ഉണ്ടാവുകയോ ഒന്നും തന്നെയില്ല. അവർ അപ്പോഴും ആ പരമമായ സംതൃപ്തിയിൽ ആയിരിക്കും, പരമാനന്ദത്തിൽ തന്നെയായിരിക്കും. നാരായണ ഗുരു ഒരിക്കൽ തൻ്റെ അസുഖം, വയറിനുണ്ടായിരുന്ന അസുഖം മൂലം വേദന കൊണ്ട് കരയുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല, അങ്ങ് ആ സത്യത്തെ ബോധിച്ചയാളല്ലേ, എന്നിട്ടും അങ്ങ് വേദന അങ്ങയ്ക്കുണ്ടായല്ലോ, ഇത് അങ്ങയ്ക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കരയുന്നത് വാസ്തവത്തിൽ അത് ശരീരത്തിൻ്റെ സ്വഭാവമാണ്. ഇത് ശരീരമാണെങ്കിൽ അതിന് ആരോഗ്യമുണ്ടെങ്കിൽ രോഗവും ഉണ്ടാകും, അനാരോഗ്യവും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരു പാള കീറുമ്പോൾ എന്തായിരിക്കും? അതിനൊരു ശബ്ദമുണ്ടാവില്ലേ? ആ ശബ്ദം പോലെയാണ് വാസ്തവത്തിൽ ഈ കരച്ചിൽ. പാള കീറുമ്പോൾ ശബ്ദിക്കുന്നു, അപ്രകാരമാണ് രോഗം വരുമ്പോൾ ഈ കരച്ചിലും. അത് ദുഃഖമുണ്ടായിട്ടല്ല, സത്യം എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ അദ്ദേഹം സത്യത്തെ ബോധിച്ച ഒരാളാണ്, എന്നിട്ടും ശരീരത്തിന് രോഗം വന്നു. ഇത് സത്യസാക്ഷാത്കാരം നേടിയാൽ പിന്നെ രോഗം വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ ക്യാൻസർ ബാധിതനായിട്ടാണ് മരിച്ചത്. രമണ മഹർഷിക്കും ക്യാൻസർ രോഗമായിരുന്നു. ഇതെല്ലാം ശരീരത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ അത് അവർ ബാധിക്കുന്നില്ല. അവർക്കറിയാം അവർ ശരീരം അല്ല എന്ന്. ഇതാണ് നമ്മളും ബോധിക്കേണ്ടത്.
നമ്മൾ ഈ ശരീരമല്ല, ഈ ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്ന പരമചൈതന്യമാണെന്ന ബോധം നമ്മളിൽ രൂഢമൂലമായി കഴിയുമ്പോൾ വേദന വരും, അത് പോകും. അത്രയേ ഉള്ളൂ. അതിൽ വല്ലാതെ വികാരപ്പെടില്ല. അജ്ഞാനകാര്യമാം ദേഹം ജ്ഞാനബാധിതമാകയാൽ രോഗപീഡയിലും ജ്ഞാനി കുളിർമ തുടർന്നിടും. ഹരേ കൃഷ്ണ.